വിശദമായ വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതി അഫാന്റെ വെളിപ്പെടുത്തൽ. കൊല്ലാൻ പദ്ധതിയിട്ടത് ബന്ധുക്കളായ അമ്മയെയും മകളെയും. കടം ചോദിച്ച തുക നൽകാത്തതാണ് പ്രതികാരത്തിന് കാരണമെന്നും അഫാന്റെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഈയൊരു ഇപ്പോൾ ഇത്രയും നടന്ന ഈ ഒരു കൊലപാതകമല്ല, പിന്നെയും 2 പേരെ കൂടി കൊലപ്പെടുത്താനുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഏറെ ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കാളിദാസൻ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതായി തന്നെയാണ് പ്രതി അഫാൻ മൊഴി നൽകിയത്. പോലീസിനും അതോടൊപ്പം ആശുപത്രി അധികൃതരോടൊക്കെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 2 പേരെ കൂടി, അതായത് ഒരു അമ്മയും മകളെയും, ബന്ധുക്കളായ അമ്മയും മകളെയും കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നുവെന്നാണ്. 5 ലക്ഷം രൂപ ഇവരോട് കടമായി ചോദിച്ചിരുന്നു. എന്നാൽ പണം നൽകിയിരുന്നില്ല. അതിന്റെ വൈരാഗ്യത്തെ തുടർന്ന് 2 പേരെയും കൊലപ്പെടുത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നതായി തന്നെയാണ് അഫാൻ പറയുന്നത്. അതേസമയം തന്നെ ഒരു അമ്മാവനോടും പക തോന്നിയിരുന്നു. അയാളെ കൂടി കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൊലപാതകം ചെയ്യാതെ വെറുതെ വിടാമെന്ന് തോന്നിയെന്നും അഫാൻ പറയുന്നുണ്ട്. ഇതേസമയം തന്നെ അനിയനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് താൻ തളർന്നു പോയത്. അതിന് പിന്നാലെയാണ് മറ്റു കൊലപാതകങ്ങൾ ചെയ്യേണ്ട എന്നുള്ള നിലയിലേക്ക് മാറിയത് എന്ന് അഫാൻ പറയുന്നുണ്ട്. ഏതായാലും അഫാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങളുടെ പദ്ധതി എന്നും ഇപ്പോൾ വ്യക്തമാണ്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. ഏതായാലും കൊലപാതകം നടത്തി പ്രതി ആശുപത്രിയിൽ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും റിമാൻഡിലുള്ള പ്രതി ആശുപത്രിയിലാണ്. ഇനി ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ജയിലിലേക്ക് അയക്കും. ജയിലിൽ അയച്ചതിന് ശേഷമായിരിക്കും മറ്റ് കൊലപാതകങ്ങളിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്യുക. 4 കൊലപാതകങ്ങൾ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ മുത്തശ്ശിയുടെ കൊലപാതകത്തിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാളിദാസൻ. ശരി വിഷ്ണു, ഇനി മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ